ഹായ് ഫ്രണ്ട്സ്, അക്കീസ് ചിത്തൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇത് നമ്മുടെ സ്ഥിരം ലൊക്കേഷൻ അല്ല, ലൊക്കേഷൻ ഒന്ന് മാറിയിട്ടുണ്ട്, ചിത്തൂസിന്റെ വീട്. അപ്പം ഇന്ന് എൻ്റെ വീട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ വീടൊക്കെ ഒന്ന് കവർ ചെയ്യാം, പുറത്തൊക്കെ ഇറങ്ങി ഷൂട്ട് ചെയ്യാനൊക്കെ പ്ലാൻ ഇട്ടു. പക്ഷേ ഭയങ്കര മഴയായിരുന്നു, അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അപ്പം ഞങ്ങൾ ഇന്ന് എന്താ വിചാരിച്ചേ, ഒരു വിസ്പറിങ് ചലഞ്ച് ആയിട്ട് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ തമ്മിലും പിന്നെ ഈ ഹെഡ്ഫോണും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എന്താ അപ്പോൾ ഈ ചാലഞ്ച് നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. കാണാത്തവർക്ക് വേണ്ടി പറയാണ്, ഇത് നല്ല സൗണ്ടിൽ ഹെഡ്ഫോൺ ചെവിട്ടിൽ വെച്ച് കൊടുക്കും. പിന്നെ നമ്മൾ പറയണൊന്നും കേൾക്കില്ല, ഫുള്ള് ജപ്പ ജപ്പ ഒന്നും കേൾക്കില്ല, കംപ്ലീറ്റ് ഒന്നും കേൾക്കില്ല. നല്ല ഹൈ വോളിയത്തിലാണ് പാട്ട് വെക്കാൻ പോണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആള് പറയും, എന്തെങ്കിലുമൊക്കെ പറയും, ഒരു വേർഡോ സിനിമ പേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. എന്തും ആവാം, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് വൺ വേർഡ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. വൺ വേർഡിലുള്ള എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ആള് നമ്മുടെ ലിപ് മൂവ്മെന്റ് ഒക്കെ വെച്ച് കണ്ടുപിടിക്കുക. രണ്ടുപേരും 5 വേർഡ്സ് ഉണ്ടാവും ഒരാൾക്ക്. അപ്പോൾ 1 മിനിറ്റ് ഉണ്ടാവും, അതിനുള്ളിൽ ടൈം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ മതി എന്ന്. പിന്നെ അഖിലേട്ടൻ പറഞ്ഞു 1 മിനിറ്റിനുള്ളിൽ കണ്ടെത്തിയാൽ മതി, അതുവരെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു ആ വേർഡ് അല്ലേ. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ജയിക്കുന്ന ആൾക്ക് തുടങ്ങി 1 മിൽക്കി ബാറെങ്കിലും തരണം. അതൊക്കെ അഖിലേട്ടൻ ജയിക്കുന്നുണ്ടെങ്കിൽ അഖിലേട്ടൻ ഞാൻ മിൽക്കി ബാർ കൊടുക്കും. ഞാൻ ജയിക്കുന്നുണ്ടെങ്കിലോ ഞാൻ മിൽക്കി ബാർ അങ്ങോട്ട് കൊടുക്കും. ഇപ്പൊ ഇല്ല, കടയിലൊക്കെ പോയി വാങ്ങി. ഇവിടെ പിന്നെ കടകളൊക്കെ അടുത്തുണ്ട്, വാങ്ങിച്ചു പറഞ്ഞാൽ വാങ്ങിച്ചു തരും അല്ലേ. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചിത്തൂസിന് പാട്ട് വെച്ച് കൊടുക്കാം. എപ്പോഴും ഞാനാട്ടാ അവൻ ഒച്ചെടുക്കണ്ടല്ലോ. വേറെ പാട്ട് വീട്ടിലുണ്ട്, എന്റെ വീട്ടിലൊരു പട്ടിക്കുട്ടനുണ്ട്, അവനോട് ഭയങ്കര ബഹളം. മറ്റേ ചെണ്ടയും കൊണ്ട് വെച്ചോ. ഇവന്റെ പാട്ടിന്റെ ഇടയ്ക്ക് ഒന്നും കേൾക്കില്ല. ഇപ്പൊ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ, എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ നോക്കാം. ഹലോ ഹലോ ടെസ്റ്റിംഗ്. ആള് നല്ല ഡാൻസ് ഒക്കെ കളിക്കേണ്ട പാട്ടൊക്കെ വെച്ചിട്ട്. ചിത്തൂസ് സുഖല്ലേ? പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞു, ഒന്നും കേൾക്കണില്ല. ഞാൻ പറയുന്നത് എനിക്കെന്നെ കേൾക്കണില്ല. എന്തൊരു സൗണ്ടാണോ ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കണില്ല. എന്തൊരു സൗണ്ടാ, കടിച്ചുപോയി. ഇങ്ങനെ തിരിഞ്ഞിരിക്കും. അപ്പൊ ഫസ്റ്റത്തെ വീട് കേട്ടാ, കായം കുളം ആകാശം, കായം കുളം കൊച്ചുണ്ണി, കുഴി, കായം കുളം കൊച്ചുണ്ണി, ആകാശം കുഴി ഒഴിച്ചു, കായം കുളം കൊച്ചുണ്ണി. എന്റെ ലിപ്പ് നോക്ക്, ആക്ഷൻ നോക്കണ്ട, ലിപ്പ് നോക്ക്. കായം കുളം കൊച്ചുണ്ണി, ആകാശം, കായം കുളം കൊച്ചുണ്ണി. എന്റെ വായിലേക്ക് നോക്ക്, ആക്ഷൻ നോക്ക്. ആകാശം ഒരാഴ്ച കൂടി പറയുള്ളൂ കേട്ടാ. കായം ചുണ്ടിലേക്ക് നോക്ക്, അങ്ങോട്ട് നോക്കിട്ട് എന്താ കാര്യം. കായം കുളം കൊച്ചുണ്ണി, കായം കുളം കൊച്ചുണ്ണി, മനസ്സിലായി? മാറ്റിക്കോ. കായംകുളം കൊച്ചുണ്ണി. അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് ചിത്തൂസിന് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഇനി കുറച്ചും കൂടി ഒന്ന് ഡിസ്റ്റൻസിൽ ഇരിക്കട്ടെ കേട്ടാ, എന്നിട്ട് ഒന്നും കൂടി പറഞ്ഞു നോക്കാം. ഒന്നും കൂടി അല്ല,
മാത്രല്ല കേട്ടോ, ഒന്നും കൂടി ഇല്ല, ഇത്ര ഡിസ്റ്റൻസ് മതിയോ അല്ലേ? ആ പാട്ട് വെച്ച് കേൾക്കുന്നു. ആ അപ്പോൾ പാട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒരു വീട് കണ്ടുപിടിക്കാൻ പോണ്. നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ക്യാമറയുടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗായു എന്നാണ് പേര്, ഗായത്രി എന്നാണ് പേര്, ഞങ്ങൾ ഗായു എന്ന് വിളിക്കും. അപ്പോൾ ഗായു ഒരു വീട് പറഞ്ഞേ. ആ പാട്ടുണ്ടോ അത് കേൾക്കല്ലേ? ഏതായാലും മതി. തിമിംഗലം. ഞാൻ പറയും. അവിടെ ചേട്ടന്റെ മോള് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയിട്ടാ, ടൈം തുടങ്ങിയിട്ടാ. പ്രീസ്റ്റ്. ആണി അടിക്ക. പ്രീസ്റ്റ്. പീരങ്കി. പ്രീസ്റ്റ്. അടിക്ക. ആക്ഷൻ നോക്കല്ല, എൻ്റെ വായ നോക്ക്. ആ പ്രീസ്റ്റ്. 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 പീസ. പ്രീസ്. പ്രീസ്റ്റ്. പിങ്ക്. പ്രീസ്റ്റ്. പീരങ്കി. പീരങ്കി അല്ല, അമ്മിട്ട്. പ്രീസ്റ്റ്. പിന്നെ ഇത്രേ ശബ്ദത്തിൽ പറഞ്ഞിട്ട് പ്രീസ്റ്റ്. വല്ലതും പറയുന്നുണ്ടാ? ഒന്നും കേക്ക. ഞാൻ പറയുന്നുണ്ട് കേട്ടാ. വല്ലതും പറയുന്നുണ്ടാ? എന്തുട്ടാ ഒച്ച പോരട്ടെ, ഒച്ച. ഒച്ച കേക്കില്ലല്ലോ. പ്രീസ്റ്റ്. അടിക്ക അടിക്ക. പ്രീസ്റ്റ്. വായിക്ക് നോക്ക്. കഴിഞ്ഞോട്ടാ, ലാസ്റ്റ് ഇട്ടാ. പ്രീസ്റ്റ്. പാല. തോറ്റ് 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 തോറ്റാ? തോറ്റ് തോറ്റ്. ഇത്ര ഉള്ളു, ഇത്ര ഉള്ളു. ആ ഊരിക്കോ ഊരിക്കോ. പ്രീസ്റ്റ്. പ്രീസ്റ്റാ. ഗായു കമാൺ. ഗായു പറഞ്ഞായിരുന്നു, ഒരു പോയിന്റ് കിട്ടി. ഗായു എന്റെ ചേട്ടന്റെ മോള്. അവള് പിക്ചറിലേക്ക് വരില്ലാന്ന് പറയണ്ടേട്ടാ. ഒരു ദിവസം ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇനി അടുത്തത്. ശരിക്കും സൗണ്ടിലാണോ പറഞ്ഞത്? ഞാൻ നല്ല സൗണ്ടില് പറയണു. ആണോ ഗായു? ശരിയാണോ? ഓക്കെ. ആ അപ്പൊ അടുത്തത് കേട്ടാ, മൂന്നാമത്തെ. ലംബോർഗിനി. ബുള്ളറ്റ്. ലംബോർഗിനി. ബുള്ളറ്റ്. ബൈക്ക്. ലംബോർഗിനി. ലംബോർഗിനി. ഏ പാട്ട് നിന്നു. അടുത്ത പാട്ട് വരാനുള്ള പാട്ട്. അശ്ശോ, അത് ക്യാൻസൽ ഇട്ടാ, അത് ക്യാൻസൽ. തുടങ്ങിയാ? വീണ്ടും. മിനി കൂപ്പർ. മിനി കൂപ്പർ. മിനി കൂപ്പർ. ബീട്രൂട്ടാ. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട്. മിനി കൂപ്പർ. ബൈക്ക്. അങ്ങനെയല്ല, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട്. മിനി കൂപ്പർ. കുപ്പി. മിനി കൂപ്പർ. സിമ്പിളാണ്. മിനി കൂപ്പർ. പറ്റിക്കലാണോ? പറ്റിക്കലല്ല, ഞാൻ നല്ല ഒച്ചയിൽ പറയാനുണ്ട്. എന്തുട്ടാണ്? മിനി കൂപ്പർ. ബില്ലാദനാ. മിനി കൂപ്പർ. മിനി കൂപ്പർ. സുകുമാരക്കുറുപ്പ്. സുകുമാരക്കുറുപ്പേ. മിനി കൂപ്പർ.
മിനി കൂപ്പർ. ബി. ലാസ്റ്റ് കേട്ടാ, ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്. ആ, ഒരു വർഷം കൂടിയാ. ആ, മിനി കൂപ്പർ. ബി കൂപ്പ. ആ, കഴിഞ്ഞു. മിനി കൂപ്പർ. മിനി കൂപ്പർ. മൂന്നെണ്ണം കഴിഞ്ഞു. ഇനി 2 കൂടി ഉണ്ട്. അതിന് മുമ്പ് എന്റെ ചെവി അടിച്ചു പോയതുകൊണ്ട് നീ 2 കൂടി ഉണ്ട് കേട്ടാ. ഒന്നും കേക്കില്ലേ സത്യം പറഞ്ഞു. ഞാൻ എന്തൊക്കെയാ പറയുന്നത്? അഖിലേട്ട സൗണ്ടിലാണോ ഫ്രണ്ട്സ് പറയുന്നത്? ഇവിടെ എൻ്റെ ചെവിടെ അടിച്ചു പോകുന്നു ഇതിൻ്റെ ഒച്ച ഇട്ടിട്ട്. ആ, ഇത് സിമ്പിളാണ് കേട്ടാ, പെട്ടെന്ന് കിട്ടും. KFC. അത് കിട്ടി. ഇപ്പൊ 2 പോയിന്റ് ആയിട്ടുള്ള 2 പോയിന്റ്. ഇനി 1 കൂടി ഉണ്ട്. ഫുഡിന്റെ കാര്യം ഞാൻ പെട്ടെന്ന് പറയും. അതന്നെയായിരുന്നു. 1 കൂടി ഉണ്ട് കേട്ടാ. ഓ, അപ്പൊ ഇനി ഫുഡ് വേണ്ട, മാറ്റി പിടിക്കാം. പെട്ടെന്ന്. താമരശ്ശേരി ചുരം. രാമേശ്വരം. ഓ, എന്നാലും എടുത്തെത്തിട്ടാ. താമരശ്ശേരി ചുരം. ചതുർമുഖം. അതല്ല, താമരശ്ശേരി ചുരം. ആകാശം. അല്ല, താമരശ്ശേരി ചുരം. ഒന്നും കൂടി. താമരശ്ശേരി ചുരം. എന്നിട്ടാണ് പറഞ്ഞ കേക്കോ. താമരശ്ശേരി ചുരം. കോട്ടം. താമരശ്ശേരി ചുരം. വറക്കം തളിക. അല്ല, താമരശ്ശേരി ചുരം. മാറ്റിക്കോ. അപ്പൊ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇതിനെ ചാടി ശരിക്കും നല്ലോണം കേൾക്കണുണ്ടോ? സത്യസന്ധമായിട്ട് പറയണോട്ടാ. ശരിയാട്ടോ, ഒന്നും കേൾക്കണില്ല. ഞാൻ സത്യസന്ധമായിട്ടാ പറഞ്ഞേ. 5. ഒരു പ്രത്യേക പ്രതിഭാസം. പേരെന്താ? പേര് തുടങ്ങിയാ? ആ, തുടങ്ങി. എന്താണ് തലകളി? ഞാൻ കൊറേ നാളായി 4 പറയണമെന്ന് വെച്ചിരിക്കുന്നു. ഇപ്പോഴാണ് അതിന് പറ്റിയ അവസരം. ഞാൻ ആരുവാ? തുടങ്ങിയിട്ടില്ലേ? തുടങ്ങി. ജർമ്മനി. ഷമ്യ. ജർമ്മനി. ചമ്മി. ജർമ്മനി. തമിഴ്. ജർമ്മനി. എന്തല്ലേ? ജർമ്മനി. തമിഴ്. ജർമ്മനി. തമിഴല്ല, ജർമ്മനി. തമ്പി. ഒരു രാജ്യല്ലേ ജർമ്മനി? ആകാശത്ത് തമ്പിയാ. ജർമ്മനി. തമിഴ്. പറഞ്ഞു അതന്നെയല്ലേ എന്നെ മാറിപ്പോ. ജർമ്മനി. ജർമ്മനി. തമിഴ്. ജർമ്മനി. തവില്. ജർമ്മനി. അവില്. ജർമ്മനി. തമിഴ്. ജർമ്മനി. തവില്. പോയി ഇത്രയും പ്രാവശ്യം എനിക്ക് ജർമ്മനി എന്ന് പറയാൻ പറ്റുള്ളൂ. ശരിക്കും നല്ല ലിപ് മൂവ്മെന്റ് ആക്കി പറഞ്ഞ. ജർമ്മനി. മാറ്റിക്കോ. പോയി. ശരി. ജർമ്മനിയാ. ശരി.
3 പോയിന്റ് കിട്ടിയാൽ മതിയായിരുന്നു, ഡ്രോയിങ്ങിൽ ആക്കായിരുന്നു. ആ വെച്ചിട്ടില്ലേ? കേൾക്കുന്നുണ്ടാ? കറക്റ്റിൽ വെച്ചിട്ടുണ്ടാ? പാട്ടുണ്ട്. കറക്റ്റിൽ വെച്ചിട്ടുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ആ ഇനി അഖിലേട്ടൻ നമുക്കൊരു ഫുഡ് ഐറ്റം കൊടുക്കാം. അഖിലേട്ടൻ്റെ ഫേവറേറ്റ് ഫുഡ് ഐറ്റമാണ് ചിക്കൻ ബിരിയാണി. ഓക്കെ തുടങ്ങട്ടെ. ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, വീണ്ടും ജർമ്മനിയാ, ചിക്കൻ ബിരിയാണി, തിരുമേനിയാ, ചിക്കൻ ബിരിയാണി, തമിഴ്, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി. അതൊന്നല്ല പറയണത്, എന്തോണ്? ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, തമിഴ്, ചിക്കൻ ബിരിയാണി. കൊറേ നേരം ജർമ്മനി. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ ചിക്കൻ ബിരിയാണിന്ന്? ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, തിരുമേനി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ജീവിയ, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ടിവിയാ, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി. അതല്ല. അഖിലേട്ടന്റെ പേര്, പണ്ടത്തെ പേര് ചിക്കൻ ബിരിയാണി. ഒന്നുകൂടി പറഞ്ഞേ. ഓ കോഴി, 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 ചിക്കൻ ബിരിയാണി, ടിവി, ചിക്കൻ ബിരിയാണി. കോഴി എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് മനസ്സിലായി. തമിഴ്. അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അതെന്താ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ആ മാറ്റ്. ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഇത്ര വലിയ വാക്കായിരുന്നു അത്. ആ ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി. എത്ര പ്രാവശ്യം പറയണം? ചിക്കൻ ബിരിയാണി അങ്ങനെ പറയണം. ചിക്കൻ അങ്ങനെ പറയണ്ടേ? ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോ എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ, ഇത് കള്ളക്കളിയാണ്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി. അങ്ങനെ കോഴിന്ന് വെറുതെ ഒരു വാക്ക് പറഞ്ഞോളൂ, അപ്പോഴേക്കും കോഴിന്ന് കറക്റ്റ്. അത് കറക്റ്റ് ലിപ് മൂവ്മെന്റ് ആയിരുന്നു. അത് ലിപ് മൂവ്മെന്റ് കറക്റ്റ് ആയിട്ടല്ല, അത് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഏത് ഉറക്കത്തില് മനസ്സിലാവുന്നു. ആ ഇനി അടുത്തത് പോയി പോയി പോയി. ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറയുമ്പോ ചിക്കൻ ബിരിയാണി അങ്ങനെ പറയണം. ആ നീ അടുത്തതിലോട്ട് പറയാം. ഇതെന്തായാലും കൂട്ടില്ല. കണ്ട ഇനി 3 കൂടി ഇല്ലേ? അങ്ങനെ പറയണോളൂ. ഓക്കെ വിട്ടുകൊടുത്താണ്. അല്ലെങ്കിൽ വേണ്ട, ഇത് കൂട്ടണ്ട. കൂട്ടണ്ട. അതല്ല ഇത് കൂട്ടണ. ഈ ചിക്കൻ ബിരിയാണി കൂട്ടാണ്ട് വേറെ പറയട്ടെ? ചിക്കൻ ബിരിയാണി കൂട്ടാണ്ട് വേറെ പറയട്ടെ? ഇത് കൂട്ടണില്ല. അല്ല അത് കൂട്ടിക്കോ. ആണോ? വിത്ത് പെർമിഷൻ. ഓക്കെ. ദൃശ്യം, ദൃശ്യം, ചിങ്ങം, ദൃശ്യം, 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 ദൃശ്യം. ലിപ് മൂവ്മെന്റ് കറക്റ്റ് ആണോ? ഞാൻ കറക്റ്റ് പറയുന്നുണ്ട്. ദൃശ്യം, ദൃശ്യം. ഇത് മാത്രമേ കാണുള്ളൂ. അതങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ വേണ്ട അങ്ങനെ പറയാ. ദൃശ്യം. ദൃശ്യം, 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 ദൃശ്യം. വായ തുറക്കണില്ല. ഇത് വേണമെങ്കിൽ വായോർന്ന് പറയുക. അയ്യോ ദൃശ്യം ഇങ്ങനെ പറഞ്ഞ എനിക്ക് എങ്ങനെ മനസ്സിലാവാനാ? ഓ തോറ്റു തോറ്റു. വിട് വിട്. ഇനി വായോർന്ന് പറഞ്ഞ ദൃശ്യം ഇങ്ങനത്തെ വേടാ. ആ ദൃശ്യം പറഞ്ഞേ. ദൃശ്യം. ഇതെന്തുട്ടത് വായനീച്ച പോലെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവുള്ളൂ. ദൃശ്യം. അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു തവണ 2 പ്രാവശ്യം ദൃശ്യം എന്ന് പറഞ്ഞു. കേൾക്കണില്ല. അപ്പൊ ഇത് നല്ല ക്ലാരിറ്റി ഉള്ള സാധനം അല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിട്ട്. അപ്പൊ എത്രണ്ണം പോയി? 3 പോയി. 3 പോയി. മറ്റേത് കൂട്ടിയിട്ടില്ല. ചിക്കൻ ബിരിയാണി പോട്ടെ, വിട്ടു കളഞ്ഞു. പക്ഷെ ഒരെണ്ണം കൂടി തോറ്റ് കഴിഞ്ഞാൽ പോയില്ലേ? 3 ജയിക്കണ്ടേ? ആ ഒരെണ്ണം കൂടി തോറ്റ് കഴിഞ്ഞാൽ ഞാൻ വിന്നറട്ടെ. എനിക്ക് മിൽക്ക് ബാർ അടിച്ചിട്ടുണ്ടോ? അടുപ്പിച്ചുള്ളത് കേൾക്കണല്ലേ? പാട്ടേക്ക് പാട്ടേക്ക്. ഓക്കെ പറയട്ടെ. ഇരിഞ്ഞാലക്കുട
അത് മനസ്സിലായി. ഇരിഞ്ഞാലക്കുട. ഓ സ്വന്തം നാട് മനസ്സിലായിട്ടാ. ഓ ആള് ഇൻട്രസ്റ്റ് ആയി. തമിഴ്നാട്. തമിഴ്നാട്. ഓ കേക്കുണ്ട് 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 കേക്കുണ്ട്. കൊറേ നേരെ തമിഴ് തമിഴ് എന്ന് പറയുന്നുണ്ട്. ഇനിയുണ്ട്. ഇതിപ്പോ എത്ര സ്ഥലങ്ങൾ പറ. സുരേഷ് ഗോപി. കിട്ടി കിട്ടി. എന്നിട്ട് സുരേഷ് ഗോപി. ഇത് പാട്ടില്ലേ? ഇത് പാട്ട് കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് സത്യം പറ വല്ലതും കേൾക്കുന്നുണ്ടോ? കേട്ടോ കേട്ടോ ഫ്രണ്ട്സ് ഇതെന്ത് പറ്റി? ബാധ കറിന്നൊക്കെ കേട്ടിട്ടുണ്ട്. പോയിന്റ് 3. ഓ ഓ 3 ഇഞ്ചോടിഞ്ച് പോരാട്ടം കേസ്. ഇഞ്ചോടിഞ്ച്. ഓക്കെ പിന്നെ ഒരെണ്ണം ചിത്തൂസിന് കൊടുക്കും, എനിക്ക് തരും. അല്ല ഡ്രോയെ അല്ല കഴിഞ്ഞിട്ടില്ല. ഡ്രോയേ അല്ലേ? ശരിയാ. അതില് വിന്നർ ആയിട്ടില്ല. അഖിലേട്ടൻ ഇനി ഒരെണ്ണം കൂടി പറയുകയാണെങ്കിൽ അഖിലേട്ടൻ വിന്നറാവും. ഡ്രോയെ ഇല്ലില്ല. അയ്യോ ഇതിലേക്ക് കൂടി അഖിലേട്ടൻ കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ കളി അഖിലേട്ടൻ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഡ്രോ ആയിട്ട് നിൽക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഞാനൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പറഞ്ഞോ. ഞാൻ ഒരു വീട് ആലോചിച്ചു പറഞ്ഞേ. റംബൂട്ടാന്. കേട്ടില്ല ഞാൻ റംബൂട്ടാനും. അയ്യോ പോസായിരുന്നു. അത് വേറെ പറയാം. ഇപ്പോഴും പോസാട്ടാ. കാനഡ. 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 ജയിച്ചു ജയിച്ചു. ഈ കളി ഞാൻ പൊട്ടി. സിമ്പിളായി പോയി. കസേരയോ വേറെ വലുത്. കസേര പിന്നെയും പറയട്ടെ. ടഫ് വേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ മിൽക്കി ബാർ പോയി. ചിത്തൂസ് മിഠായി വാങ്ങാൻ പോകുന്നുണ്ട്. ആ ഓപ്പോസിറ്റ് കാണുന്നത് വേണ്ട, അത് ആ കാണുന്നത് സൂപ്പർ മാർക്കറ്റാണ്. ഇവർക്ക് സുഖമാണ്. എന്തെങ്കിലും വാങ്ങണ്ടെങ്കിൽ ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ പോയി വാങ്ങിട്ട് വരട്ടെ കേട്ടാ. ഇരുന്നുണ്ട്. 3 വാങ്ങിയാ? അത് ശരി, തോറ്റ ആൾക്കുണ്ടാ? ആള് മിഠായൊക്കെ വാങ്ങി ക്ഷീണിച്ചു വന്നിരിക്കുന്നു. മാസ്ക് മാറ്റട്ടെ. പക്ഷെ മിൽക്കി ബാർ ഞാൻ 3 മേടിച്ചിട്ടുണ്ട്. ഇതുണ്ടായുള്ളൂ, വലുതുണ്ടായില്ലോ. ഇത് മതി. അല്ല ഇതുണ്ടായുള്ളൂ. അപ്പത്തേ ഇതാക്കില്ലേട്ടന് എന്റെ ഗായുന്ന്. തോറ്റാൾക്ക് കഴിച്ചോട്ടല്ലേ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയല്ലോ ലൈക്ക് ചെയ്യുക. ഓർഡറൊക്കെ തെറ്റിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ ചെയ്യണം. കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്താവും വലിയ സന്തോഷമില്ല. സന്തോഷിച്ചൂടെ? അല്ലെങ്കിൽ എന്താ പറയാ, ടാറ്റ പറയുമ്പോൾ നല്ല എനർജി ആയിട്ട് നിൽക്കാറുണ്ട്. എപ്പോഴും ഞാനാണല്ലോ ജയിക്കാറ്. ഇന്ന് അവർക്ക് എനർജി ഇത്തിരി കുറവാണ്. അപ്പൊ ഓക്കെ ടാറ്റാ ബൈ ബൈ.